ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കണ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. ഇത് പോജോ ലോഞ്ചറും അല്ല, ഒരു ഇതിലല്ല, ഒറിജിനൽ മൈൻക്രാഫ്റ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ വഴി ഇങ്ങനെ പോവാനാണ് പറയണേ. ഇത് നമ്മൾ മോഡാട്ടോ കളിക്കണേ. ഏതാന്ന് പറഞ്ഞാൽ സർവൈവ് ദ ഹീറ്റ്, അങ്ങനെ എന്താണെന്ന് സെറ്റിങ്സ് ഇപ്പോൾ നോക്കാം. ഹീറ്റ് സർവൈവ്. അപ്പം നമ്മുടെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾട്ടർനോസ് അല്ല, ഈ പോജോ ലോഞ്ചർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണേന്ന്. പോജോ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്കിപ്പോൾ പറ്റില്ല. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ബാനാണത്. അപ്പോൾ നമുക്കതുകൊണ്ട് പുതിയൊരു ആപ്ലിക്കേഷനാണ് ആൾട്ടർനോസ് എന്ന് പറഞ്ഞ ഇതിനകത്താണ് നമ്മളിപ്പോൾ ചെയ്യണേ. അപ്പം ആൾട്ടർനോസ് ഗൂഗിളിൽ പോയി നമ്മൾ ആൾട്ടർനോസ് ഡൗൺലോഡ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ തന്നെ കിട്ടണമായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക, നമ്മൾ ചെയ്ത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇവിടെ വന്ന് നിൽക്കണം. ഓക്കെ, ഇവിടെ എന്തൊക്കെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല. ഓക്കെ, നമ്മളപ്പോൾ ഇങ്ങനെ ചാടി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ പോകണം. ഇതെവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ട്രൈ ടു ബ്രേക്ക് ഇറ്റ്. നമ്മളിപ്പോൾ ഫോണിലാട്ടോ കളിക്കണേ. പി സി കളിക്കാമെന്ന് വിചാരിച്ചാൽ ഒറിജിനലിൻ്റെ ഭയങ്കര വിലയാണ്. നമ്മൾ അത്രയ്ക്കുള്ള യൂട്യൂബർ അല്ലല്ലോ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബറാണ്. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇപ്പം എന്തൊക്കെയോ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഇരുട്ടാണ്. എന്തോ സംഭവിച്ചു കേട്ടോ. ഇതിനി എന്തായിക്കോ ഗൈസ്. അപ്പോൾ നമ്മുടെ അങ്ങനെ ശംഖ് ലോഡായിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാട്ടോ നമ്മുടെ ഒരു കിട്ടിയിലും വില്ലേജ്. അപ്പം നമുക്ക് ഇത് ഫോളോ ചെയ്യാനാട്ടോ പറയണേ. ഈ പാത്ത് ഫോളോ ചെയ്യാനാണ് ഇവിടെ എഴുതി കാണിക്കണേ. വില്ലേജിലേക്ക് എത്താൻ ഈ പാത്ത് ഫോളോ ചെയ്താൽ മതി കേട്ടോ നമ്മൾ. ഓ ഗൈസ്, ഇത് നമ്മൾ ചൂട് കൊള്ളാൻ പാടില്ല. നമ്മൾ മാക്സിമം സർവൈവ് ചെയ്യണം. നമുക്ക് വേഗം പോവാം. ഫോളോ ഓ ഗൈസ്, ഡ്രാഗൻ ഉണ്ട് കേട്ടോ. ഈ ഡ്രാഗൻ ഇവിടെ ഒന്ന് തീ തുപ്പുമായിരിക്കും. അപ്പം നമ്മൾ ഈ ചൂട് കൊള്ളാൻ പാടില്ല. ഈ തീ കൊണ്ടാൽ നമ്മൾ മരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഇങ്ങനത്തെ മോഡ് ഗെയിംസ് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മൾ കമൻറ്റും കൂടി ചെയ്താൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ഇതിനി കുറേ സമയം ഉണ്ടാവും ഇല്ലായിരിക്കും. ഡ്രാഗൺ വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുമോ? നമ്മളൊന്നും ഇട്ടു ഗൈസ്, അനങ്ങാൻ പറ്റുമോ? പക്ഷേ ഇപ്പോൾ ഡ്രാഗൺ വന്നു. വീണ്ടും ഡ്രാഗൺ വന്ന് എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നമുക്കൊന്നും അനങ്ങാൻ പറ്റണില്ല. ചങ്ക് ലോഡാവാത്തോണ്ടാണ്. This heat meter as temperature rises, the heat meter will increase once the heat rises extremely. ഇത് നമ്മൾ ഒരു ഹീറ്റ് ഒരുവിധം ഡേഞ്ചറാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം കൊള്ളാതെ വെക്കുക. ഇത് കൊണ്ടാൽ നമ്മൾ ഒരു ഈ എക്സ്ട്രീം ഹീറ്റ് കൊള്ളുവാണെങ്കിൽ നമ്മൾ മരിക്കണേ കേട്ടോ. അപ്പം ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ ഇപ്പോഴാട്ടോ? നമ്മൾ മരിച്ചാ നമ്മൾ അനങ്ങണ. പൈസ ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. മഴയുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ അതുപോലെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ റോഡ് ടു 100 സബ്സ്ക്രൈബറാണ്. ഇപ്പോൾ 61 സബ്സ്ക്രൈബറിന് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം പോജോ ലോഞ്ചറിൻ്റെ കാര്യം മറക്കണ്ട. അപ്പം ആൾട്ടർനോസാണ്. ആൾട്ടർനോസ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ആൾട്ടർനോസ് ഡൗൺലോഡ്. അപ്പം നിങ്ങൾക്കത് കിട്ടണമായിരിക്കും കേട്ടോ.
അപ്പം ആൾട്ടർനോസ് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. പക്ഷേ നമുക്ക് അനങ്ങാൻ പറ്റണം, നമുക്ക് പക്ഷേ ഡാമേജ് കിട്ടുന്നു. ഇതന്നെ സംഭവം പൈസ. അപ്പോൾ നമ്മുടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതന്നെ പൈസ. അപ്പോൾ നമ്മുടെ കളി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു മീറ്റർ കാണിക്കുമെന്നാട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഹീറ്റ് ടെമ്പറേച്ചർ അങ്ങനെ കൂടാതെ നമ്മൾ നോക്കാനാണ് പറയണത്. നമ്മളിനി എങ്ങോട്ടാണ് പോകണ്ടേ? ഇവിടെ കുറേ പേര് ഹീറ്റ് ഡ്രാഗൺ ലേറ്റർ വിസിറ്റേഴ്സ് വില്ലേജ് വീറ്റ് വില്ലേജർ ഇവിടെ സ്പീക്ക് ചെയ്യാൻ പറ്റുമോ? വില്ലേജറിനോട് സ്പീക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിനി വില്ലേജർ അവിടെ എവിടെയും ഉണ്ടോ? ഇതൊക്കെ വില്ലേജറാണോ? ഇപ്പോൾ വില്ലേജേഴ്സ് അത് ഇവനാണോ? Say so hot can even think the other children. It is impossible to heat everyone here and worry because this is. അപ്പോൾ ഈ പുള്ളി ഒരാളായി. ഇനി രണ്ടാമത്തെ ആൾ എവിടെയാണോ? രണ്ടാമത്തെ ആൾ അത് ഇവനാണ്. ഈ ചേട്ടനുണ്ട് രണ്ടാമത്തെ ആൾ വില്ലേജറേ. No, it's forgive me for my sea dragon taking very good from our maybe plants grow properly because of less food means more people go hungry. അപ്പോൾ ഈ വില്ലേജ് പറഞ്ഞാൽ ഈ വില്ലേജിലെ ഫുഡുകളൊക്കെ ഡ്രാഗൺ കഴിക്കും കേട്ടോ. അപ്പം ഇത് കഴിക്കുന്നതിൻ്റെ ഇത് ഈ വില്ലേജേഴ്സിന് കൊടുക്കാനായിട്ടൊന്നുമില്ല എന്നൊക്കെ ആട്ടോ പറഞ്ഞത്. നമുക്ക് ഈ ഹേബിൾസ് പൊട്ടിച്ചെടുക്കാം. എന്തായാലും ഡ്രാഗൺ കഴിക്കണ്ട, നമ്മൾ കഴിച്ചേക്കാം. പക്ഷെ അതൊന്നും പറ്റില്ല കേട്ടോ. ഇനി അടുത്തത് ആരാണോ? ലേജാണ് കേട്ടോ, ഈ വില്ലേജർ കേട്ടോ. ഹലോ ഈസ് ലുക്കിംഗ് അറ്റ് യുവർ കമ്മ്യൂണിറ്റി സെറ്റ് അപ്പ് ടു ട്രൈ ഹെൽപ്പ് ഫോർ ദിസ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ആൻഡ് വാസ് ഡിസേബിൾ ടു ഗെറ്റ്. We are trying our best, but heat is. You heard about the village. The extreme heat from heat dragon has greatly spoiled the village. But our village leader see what you can do to help. അപ്പോൾ ഇവിടെ ഇവരൊരു ഷെൽട്ടറൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെയാട്ടോ പറഞ്ഞത്. അത് ഇതായിരിക്കും ചിലപ്പോൾ. നീ ചേട്ടനോടോട്ടോ സംസാരിക്കണ്ടേ? ഈ ചേട്ടാട്ടോ വില്ലേജ് ലീഡർ. അപ്പം നമ്മൾ വെൽക്കം ഫ്രണ്ട്. ഐ വിഷ് ഐ കുഡ് ഫോർ യു മോർ ബട്ട് സീ ദ ബ്ലാസ്റ്റിംഗ് ഹീ ഈസ് ഹണിങ് ദ ഫാമർ ഈവൻ ഫുഡ് ടു ഫീഡ് അവർ ദിസ് ഡ്രാഗൺ. അപ്പം ഈ പുള്ളി പറഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഉണ്ടാകുന്നു. ഈ ഡ്രാഗൺ വന്നെല്ലാം നശിപ്പിച്ചു. ഈ ഡ്രാഗൺ എല്ലാ ഫുഡും വില്ലേജേഴ്സ് പറഞ്ഞ എല്ലാ ഫുഡും ഈ ഡ്രാഗൺ തിന്നുവാന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അവർക്ക് ഫീഡ് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഹോട്ട് കുറേ വർഷങ്ങളായിട്ടുള്ളതാട്ടോ. അപ്പം ഇതുപോലെ കണ്ടിട്ട് ഇതായി മച്ച് ലോങ്ങർ. ഇവർക്ക് ഇനി അറിയില്ല ഇനി എത്ര വർഷം ഇവർക്ക് ഈ പ്രോബ്ലം ഉണ്ടാവും. സൊല്യൂഷൻ വുഡ് യു സോ ബി കൈൻഡ്. അപ്പം നമ്മളോട് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചേക്കണേ. താങ്ക് യു വെരി മച്ച്. ഐ ഹാഡ് ആൻ ഐഡിയ മൈറ്റ് പറ. പുള്ളിക്കൊരു ഐഡിയ ഉണ്ടെന്നാട്ടോ പറഞ്ഞ വില്ലേജ് ലീഡർ. അപ്പോൾ അതിന് പറ്റിയൊരു ആളെ വേണം. ഹൂ കുഡ് ഡു ഇറ്റ്. ആർക്ക് ചെയ്യാൻ പറ്റും? സോ അപ്പോൾ ഈ പുള്ളീനെ ഫോളോ ചെയ്യാനാട്ടോ പറഞ്ഞേക്കണേ. പുള്ളി പിന്നെ പറഞ്ഞു തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതായിക്കോട്ടെ മാപ്പ്. ഡിഫീറ്റ് ദ ഡ്രാഗൺ. അപ്പോൾ ഈ പുള്ളിക്കൊരു ഒരു വേ വേണം എങ്ങനെയെങ്കിൽ ആ ഡ്രാഗനെ കൊല്ലാൻ. ആ ഹീറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആ ഡ്രാഗനെ. അപ്പം അത് നമുക്ക് ഈ യുദ്ധത്തിലൂടെ വല്ല ഈ നല്ല ബുദ്ധി സാമർത്ഥ്യത്തോടെ ചെയ്യണം ആ പുള്ളിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് കാറ്റുകളൊക്കെ വേണം.
അപ്പോൾ അതിന് പവർ, ഒരു നോളജ് ഓഫ് പവറും വേണം. അപ്പോൾ പുള്ളി വിശ്വസിച്ചേക്കണ ഈ മാപ്പും വെച്ച് ഈ വേൾഡ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹീറ്റിനെ സർവൈവ് ചെയ്യാൻ കുറേ ഇൻഫോർമേഷൻ കിട്ടുന്ന കേട്ടോ. യു ഹാവ് ആൻ ഐഡിയ. അപ്പം ഇത് തുടങ്ങണയ്ക്ക് മുമ്പ് ഈ മാപ്പിനെ കുറിച്ച് അറിയണമെന്നൊക്കെ ആയിട്ട് പറയണേ. അപ്പം നമ്മളോട് ഒരു ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞ് അപ്പോൾ ഗ്രേറ്റ്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇതൊക്കെയാണ് കേട്ടോ. ഇതാട്ടോ മാപ്പ്. ഇതന്നെ കൈസ്. അപ്പോൾ മാപ്പിനകത്ത് നമ്മൾ തൊട്ടപ്പോൾ വില്ലേജ്, അപ്പം നമ്മുടെ വില്ലേജ് ഇന്ത്യയിൽ തന്നെയുള്ള വില്ലേജ് ആട്ടോ. ഇവിടെ വേവ്സുകളൊക്കെ ഇച്ചിരി ഇതാട്ടോ, ഹീറ്റും വേവ്സും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. അപ്പം ഇതിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്റ്റാർട്ട് വെക്കാനാട്ടോ പറയണത്. അപ്പോൾ സ്റ്റാർട്ട് വെക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റേ ഇരട്ടത്തേക്ക് പോയി ചങ്കിലോടാവാൻ തിരിച്ച് സമയം എടുക്കും. കഴിച്ചപ്പോൾ നമ്മളെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു വില്ലേജിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കണം നമ്മളൊരു ചെറിയ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലാണത്. അപ്പോൾ ഇവിടെ ഹീറ്റ് സീസണാണ്. അപ്പം നമ്മളിവിടെ ഈ ഫോറസ്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ ഇച്ചിരി ദിവസത്തേക്ക് ഇവിടെ സർവൈവ് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒരു ഹീറ്റ് മീറ്റർ വരും. അപ്പോൾ അത് ഹൈ ആവുകയാണെങ്കിൽ അപ്പം നമ്മളത് കൂളാക്കാനുള്ള വേ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പം ഫൈൻഡ് ആൻഡ് സ്പീക്ക് ദ കമ്മ്യൂണിറ്റി ലീഡർ. അപ്പോൾ നമ്മളോട് കമ്മ്യൂണിറ്റി ലീഡറിനോട് സംസാരിച്ച് കുറേ പഠിക്കാനായിട്ട് പറയണം. അപ്പോൾ നമ്മളിനി ഫൈൻഡ് കമ്മ്യൂണിറ്റി ലീഡർ. അപ്പോൾ ഈ പുള്ളിയാട്ടോ കമ്മ്യൂണിറ്റി ലീഡർ. വെൽക്കം. അപ്പോൾ പുള്ളി പറഞ്ഞു വെൽക്കം ടു ദ. പുള്ളീൻ്റെ പേര് സിംഗ് കേട്ടോ. അപ്പോൾ പുള്ളിയാണ് കേട്ടോ ഒരു ലീഡർ കമ്മ്യൂണിറ്റിയിലെ. അപ്പോൾ പുള്ളി ഒരു ഹീറ്റ് വേവ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വേറെ ആൾക്കാരുടെ നിന്ന് കേൾക്കാമെന്നാട്ടോ പുള്ളി പറഞ്ഞത്. സെർച്ച് ഔട്ട് ദ കമ്മ്യൂണിറ്റി അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് കമ്മ്യൂണിറ്റി മെമ്പറിനെ കണ്ടുപിടിച്ച് അപ്പം നമുക്ക് അത് ഡയറക്റ്റ് കേൾക്കാമെന്നാട്ടോ പറയണേ. നമുക്ക് ഇനി ഒരു കമ്മ്യൂണിറ്റി മെമ്പറിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി മെമ്പറുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു നമ്മളൊരു പുതിയ ആളാലോ. അപ്പോൾ പുള്ളി വെൽക്കം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലുണ്ട്. അപ്പം അത് വാട്ടറാണ്. അപ്പോൾ അത് നമ്മുടെ ബോഡീനെ കൂളാക്കാൻ വേണ്ടി സഹായിക്കും. അത് വാട്ടർ വേപ്പർ ഓൺ ദ സ്കിന്ന്. അത് വാട്ടർ വേപ്പറൊക്കെ കൊണ്ടുണ്ടാക്കിയതാട്ടോ. അപ്പം അപ്പം പുള്ളിക്കറിയില്ല എങ്ങനെ ഇതുണ്ടാക്കണമെന്ന്. അപ്പം പുള്ളി പറഞ്ഞു ഇത് എളുപ്പമാണ്, അപ്പോൾ ചുമ്മാ ഇങ്ങനെ അടിച്ചാൽ മതി, അതപ്പോൾ തന്നെ നമ്മുടെ കൂളാക്കിക്കോളും എന്നൊക്കെയാണ് പറയണത്. ഇത് കമ്മ്യൂണിറ്റി ഹാളിലുണ്ടെന്നാട്ടോ പറഞ്ഞത്, ആ ബോട്ടിൽ. അപ്പോൾ ദേ അവിടെ ആട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഓടും കേട്ടോ. കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ തിരിച്ചു പോകണം. ഗൈസ് അപ്പോൾ ഇതൊക്കെ നമ്മളെ കൂളാക്കുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതെ ഇവനിത് കൊടുത്തേക്കാം. അപ്പോൾ പുള്ളി എക്സലൻ്റ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഐസ് പുള്ളി പറഞ്ഞു ഇതിലേക്ക് ഐസ് ഇടാൻ ഫിൽ ദ ബോട്ടിൽ. അപ്പം ഇവിടെയാണോ ബോട്ടിൽ ഫില്ല് ചെയ്യണ്ടേ. ഫൈൻഡ് കമ്മ്യൂണിറ്റി മെമ്പർ. ഇനി അടുത്ത കമ്മ്യൂണിറ്റി മെമ്പറിനെ കണ്ടുപിടിക്കണം. അതിന് എവിടെയാണോ? അതെ ഇവിടെ കേട്ടോ. അപ്പോൾ പുള്ളിക്കൊരു സോളാർ പവർ ഇലക്ട്രോണിക് ഫാനുണ്ട്. നമ്മളിപ്പോൾ കണ്ട സാധനമല്ലേ. അപ്പോൾ ആ ഫാന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നോട്ടോ പറയണേ. ഇതാട്ടോ അത്. അപ്പം ഇവിടെ ഇതൊക്കെ എന്താ ചെയ്യുക? അവിടേക്കൊന്നുമില്ല അല്ലേ.
അപ്പം നമ്മളിനി അടുത്ത കമ്മ്യൂണിറ്റി മെമ്പറിനെ കണ്ടുപിടിക്കണം. അതിനി എവിടെയാണോ? ഇത് ഇവിടെ ഒന്നുമില്ല. അതിവിടെ ഐസ് ഇറക്കാനുള്ള ആളാട്ടോ ഇത്. അപ്പോൾ നമുക്ക് വാട്ടർ എന്നുണ്ട്. ഇതും എന്താ ഇനി അടുത്ത കമ്മ്യൂണിറ്റി മെമ്പറിനെ കണ്ടുപിടിക്കാനാട്ടോ. ഇതാണോ? അത് ഇതേ ഇവിടെ കേട്ടോ. അപ്പോൾ പുള്ളി എങ്ങനെ ഹീറ്റിന് ബെയിറ്റ് ചെയ്യാന്നൊക്കെയാണ് പറയണേ. അപ്പം പുള്ളി പറഞ്ഞു അപ്പോൾ നമ്മളോട് ടൗലും ഐസൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞേക്കോട്ടോ. നമ്മളിവിടെ എവിടെ ഐസ് കണ്ടാകുന്നു. ടൗൽ എവിടെയാണെന്നറിയില്ല. ടൗല് ഇത് ഇവിടെ ഉണ്ട്. ടൗല് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുള്ളീൻ്റെ അപ്പോൾ പുള്ളി ഐസ് എടുക്കാൻ വേണ്ടി പോകണ്ട കേട്ടോ. നമുക്കുള്ളി കയറാൻ പറ്റില്ല. അപ്പോൾ പുള്ളി നമ്മളെ കയറ്റിയില്ല കേട്ടോ. പുള്ളി പറഞ്ഞ് വീണ്ടും വിസിറ്റ് ചെയ്യാൻ വരണമെന്ന്. അപ്പോൾ നമുക്കിനി മറ്റേ ദിയ, ഈ ചേച്ചീൻ്റെ പേര് ദിയ എന്ന് കേട്ടോ. ദിയേൻ്റെ അടുത്ത് പോയേക്കാം. അപ്പം ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറഞ്ഞ് നമ്മളെ കിട്ടു. പിന്നെ ഇവരുടെ കുറേ കോൺവെർസേഷനൊക്കെ കേട്ടോ. സർവൈവ് ദി ഹീറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഹീറ്റിനെ എങ്ങനെയെങ്കിൽ സർവൈവ് ചെയ്യണം. അപ്പോൾ ഈ പുള്ളീൻ്റെ അടുത്ത് എന്തോ കാണിച്ചുല്ലോ. പുള്ളി സ്പ്രേ വീണ്ടും തന്നു. ഓക്കെ, നമുക്കിവിടെ നിൽക്കാം. ഇപ്പോൾ 2 മിനിറ്റ് തൊട്ട് നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമുക്കപ്പം ഇനി നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യണ്ടോ? ഇതെന്നെ ഇപ്പം നമുക്കിത് ഉള്ളത്. കൈസപ്പം ഇനി 2 മിനിറ്റ് കഴിയും. കൈസപ്പം നമ്മളല്ല സർവൈവ് ചെയ്യണ്ടേ, നമ്മൾ ഇവരെയൊക്കെയാണ് സർവൈവ് ചെയ്യിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ നിന്ന് ഇനി കുറേ വാങ്ങാം. നമുക്ക് ഇവനെ തന്നെ സഹായിച്ചേക്കാം. അതെ, ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചീനെ ഒന്ന് രക്ഷിച്ചേക്കാം. അപ്പോൾ ഈ ചേച്ചി നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇയാളെങ്ങനെയാ? ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് 2 പോകും. അപ്പോൾ നമ്മൾ സർവൈവ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ പോയി നമുക്ക് ടൗല് വാങ്ങാം. നമുക്ക് ആദ്യം തന്നെ പുള്ളീനോട് പെർമിഷൻ ചോദിക്കണം. അപ്പം എന്നാടാ ഇപ്പോൾ ടൗലെടുക്കാൻ പറ്റണം കേട്ടോ. ആദ്യം ഈ ചേച്ചീൻ്റെ അടുത്ത് പോകണം. നമുക്കൊരു ടൗല് തന്നു. ഇത് ഇവിടെ ഉള്ളവന് കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളല്ല സർവൈവ് ചെയ്യേണ്ടത്, നമ്മളിത് വല്ലവരെയൊക്കെ സർവൈവ് ചെയ്യേണ്ടത്. പൈസ ഇപ്പം നമ്മൾ
ഗൈസ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോവാം. അപ്പോൾ നമ്മുടെ ലൈഫ് പോവുണ്ട്. അപ്പോൾ എവിടേക്കാം എവിടെ നിന്നാലും പോവാ. ഇപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? ചേട്ടാ എനിക്ക് ഇച്ചിരി സ്പ്രേയരോ? ആ അപ്പം നമ്മൾ സേഫായി. നമുക്ക് സേഫായി ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ നോക്കണ്ടാവുന്നതാണ് കേട്ടോ. അയ്യോ നമ്മൾ ഒരെണ്ണം കളഞ്ഞു. ഗൈസ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.